ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടൊരു വാർത്ത ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നേടിയ ഒരു വൻപൻ നേട്ടമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു 3 ദശാബ്ദക്കാലമായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽസിൻ്റെ വിജയകരമായിട്ടുള്ള ടെസ്റ്റ് ഫ്ലൈറ്റ് ഈ മാസം 16 ആണെന്ന് തോന്നുന്നു. 16 തീയതിയോടുകൂടി നമ്മൾ ഈ ഒഡീഷയ്ക്കടുത്തുള്ള ഡോക്ടർ അബ്ദുൽ കലാം ഐലൻഡ് എന്ന് പറഞ്ഞ നമ്മുടെ മിസൈൽ ടെസ്റ്റൊക്കെ നടത്തുന്ന അവിടുന്ന് വിജയകരമായിട്ട് ടെസ്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ വിജയകരമായി നമ്മൾ അതിൻ്റെ ടെസ്റ്റ് നടത്തിയെന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ്. കാരണം ഇന്ത്യ ഈ ടെസ്റ്റ് വിജയകരമായി നടത്തിയതോടുകൂടി ഇന്ത്യക്ക് ലോകത്തിപ്പോൾ അമേരിക്ക, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഹൈപ്പർ സോണിക് ടെക്നോളജി അല്ലെങ്കിൽ മിസൈലുകൾ ഉള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ ക്ലബിലേക്ക് നമ്മൾ ഇലീറ്റ് ക്ലബിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളുടെ തീർച്ചയായിട്ടും പ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇതോടുകൂടി സാധിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം ഈ പറഞ്ഞ ടെക്നോളജി ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങൾക്കും ഇതുവരെ സ്വായത്തമാക്കാനോ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽസുകൾ ഉണ്ടാക്കുവാനോ സാധിച്ചിട്ടില്ല. അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇസ്രയേൽ, ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും അവർ ഈ മേഖലയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ ഒരു നേട്ടം കൈവരിക്കുക എന്നുള്ളത് അത് നമുക്കൊരിക്കലും ചെറുതായി കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. കാരണം കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായിട്ടും നമ്മൾ ഈ ഒരു മിസൈൽ ടെക്നോളജി സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ ഇത് വിജയമായിട്ട് നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും വിജയകരമായി തീർന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു ഭാരതീയൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തീർച്ചയായിട്ടും ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് അത് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മൈൽ സ്റ്റോൺ ആണ്. പിന്നെ ഗ്ലോബൽ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമേരിക്ക, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്ന് ലോകത്ത് ഹൈപ്പർ സോണിക് മിസൈൽ ടെക്നോളജി അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽസ് ഉള്ളത്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ ജോയിൻ ചെയ്തു, ആ ഒരു ക്ലബിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു നമുക്ക് പറയാൻ പറ്റും. പിന്നുള്ളത് അതിൻ്റെ കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗതയിൽ 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാക് 5 എന്ന് പറയും. MSCH മാക് 5 അല്ലെങ്കിൽ മാക് 6 അതാണ് അതിൻ്റെ വേഗത അളക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക് 5 പ്ലസ് അല്ലെങ്കിൽ മാക് 6 ശബ്ദത്തേക്കാൾ 5 അല്ലെങ്കിൽ 6 മടങ്ങോളം വേഗതയിൽ ഈ മിസൈലിന് സഞ്ചരിക്കുവാൻ സാധിക്കുകയും 1500 കിലോമീറ്ററോളം ഇതിൻ്റെ റേഞ്ച് ഇപ്പോഴുണ്ട്. ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചെടുത്ത അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വിജയിപ്പിച്ച ഈ മിസൈലിന് 1500 കിലോമീറ്ററോളം പേലോഡ്സ് വഹിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്തുമ്പോൾ ഇതിൻ്റെ റേഞ്ചുകൾ കൂട്ടുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്പീഡ്, പിന്നെ ഇതിൻ്റെ മനോവറബിലിറ്റി ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും ഈ ശബ്ദത്തെ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ അവരുടെ റഡാറിനെയൊക്കെ നമുക്ക് എവേഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് വ്യതിചലിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ ടാർഗറ്റിനെ കൃത്യമായിട്ട് നമുക്ക് പ്രിസൈസായിട്ടുള്ള അറ്റാക്കുകൾ നടത്താനും ഈ മിസൈൽ കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ അഡ്വാൻറ്റേജാണ്. സ്പീഡുണ്ട്, പിന്നെ അതിൻ്റെ റഡാർ ഇവേഷൻ എന്ന് പറയും. കാരണം സാധാരണപ്പെട്ട ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഇത് പതിയാനുള്ള അല്ലെങ്കിൽ ഈ മിസൈലിൻ്റെ ഒരു സിഗ്നേച്ചർ കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പിന്നെന്നുള്ള പറഞ്ഞാൽ ഇതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് നമുക്ക് നമ്മുടെ ആംഡ് ഫോഴ്സസിൻ്റെ ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 ഫോഴ്സിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സിസ്റ്റിംഗ് ആർസനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലുണ്ട്, വളരെ പവർഫുള്ളായിട്ടുള്ള. ആ ബ്രഹ്മോസ് മിസൈലിൻ്റെ കൂടെ നമുക്ക് ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെയും കൂടെ ഒരു ശക്തി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സേനയുടെ ശക്തി വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിറ്ററൻറ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ
പ്രധാനപ്പെട്ട ഇവിടുത്തെ നമ്മുടെ പ്രശ്നമാരാണ് ചൈനയ്ക്ക് ഈ ഹൈപ്പർസോണിക് മിസൈൽ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ ഭാഗത്തു നിന്നും നമുക്ക് നേരിടാൻ, അതായത് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് നമുക്ക് നേരിടാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ അറ്റാക്സ്. അപ്പോൾ ചൈനയ്ക്ക് ഇങ്ങനൊരു ഹൈപ്പർസോണിക് ഹൈ ടെക്നോളജി മിസൈൽ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ചൈനയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു മിസ്അഡ്വഞ്ചേഴ്സ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു കൗണ്ടർ ഫോഴ്സായിട്ട് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ചൈനയെ ഡിറ്റർ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാന് ഈ ടെക്നോളജി ഇല്ല. കാരണം പാകിസ്ഥാനും മുമ്പ് ഞാൻ പറഞ്ഞ ലിസ്റ്റ് പാകിസ്ഥാനുണ്ട് കേട്ടോ. ഏത് ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, പിന്നെ ജപ്പാൻ. കാരണം ജപ്പാനൊന്നും ഇതുവരെ സ്വായത്തമാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളെക്കാളൊക്കെ വളരെ ടെക്നോളജിക്കലി മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ് ആയാലും ജർമ്മനി ആയാലും പിന്നെ ജപ്പാൻ. ഈവൻ ഇസ്രായേലിന് പോലും സാധിച്ചിട്ടില്ല. അപ്പം പാകിസ്ഥാനും ഇറാന്, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പിന്നെ ടെക്നോളജി സക്സസ്ഫുൾ ആക്കുവാൻ വേണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇതുവരെ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു പിന്നെ അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ ഇത് തീർച്ചയായിട്ടും കരസ്ഥമാക്കിയതെന്നുള്ളത് വളരെ അഭിമാനപൂർവ്വമാണ് നമുക്കെല്ലാവർക്കും. അപ്പോൾ ഇതിൻ്റെ ഡിറ്ററൻസ് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചൈനയും പാകിസ്ഥാനുമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് ഓറിയൻറ്റേഷനിലെ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെയാണല്ലോ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട പ്രൈമറിലി. പിന്നെ ഭാവിയിൽ നമുക്ക് ഉണ്ടാകാവുന്ന മറ്റ് ത്രെഡ്സുകൾ നമുക്കറിയാൻ പറ്റത്തില്ല ഏതൊക്കെ ഭാഗത്തു നിന്നുള്ളത്. അപ്പം തൽക്കാലം നമുക്ക് ഇത് ചൈനയ്ക്കെതിരെയുള്ള വലിയൊരു കൗണ്ടർ ഒഫൻസീവായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിറ്ററൻ്റായിട്ട് നമുക്ക് ചൈനയെ പ്രതിരോധിച്ച് നിൽക്കുവാൻ, അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നമ്മളെ ഒരു ഡിറ്ററൻ്റായിട്ട്, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത് രണ്ടും രാജ്യങ്ങൾക്കെതിരെ നമ്മൾ രണ്ട് തന്ത്രങ്ങളാണ്. ഇപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ പ്യുണിറ്റീവായിട്ടുള്ള ഡിറ്ററൻസാണ്. അത് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നമുക്കെതിരെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് നമുക്ക് അവരുടെ പിന്നെ എല്ലാ തരത്തിലുള്ള ടാർഗറ്റ്സിനെ നമുക്ക് എയിം ചെയ്യാൻ സാധിക്കും. ചൈനയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ഡിസ്വേഴ്സീവ് എന്ന് പറഞ്ഞില്ല, ഡിസ്വേഴ്സീവ് ഡിറ്ററൻസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ചൈനയുടെ ഭാഗത്തു നിന്നും നമ്മളെ ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടി നമുക്ക് അവർക്കെതിരെ ഉപയോഗിക്കാവുന്നൊരു ഡിറ്ററൻ്റാണ് ഈ പറഞ്ഞ ഹൈപ്പർസോണിക് മിസൈൽ, നമ്മളുടെ ടെക്നോളജി അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽസിൻ്റെ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ഇൻഡിജിനസ് ആയിട്ടുള്ള ഇതിൻ്റെ ഡെവലപ്മെൻറ്റാണ് നമ്മളുടെ എന്താ പറയുന്നത് ഡിഫൻസ് മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മളുടെ ടെക്നോളജി അല്ലെങ്കിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ്. കാരണം ഇങ്ങനൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ കൈവരിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ ഒത്തിരി നമ്മൾ വളരെ അധികം പിന്നെ ഈ മേഖലകളിൽ പ്രോഗ്രസ്സായി എന്നുള്ളതിൻ്റെയും കൂടെ വലിയൊരു തെളിവാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്വയം പര്യാപ്തതയുടെ വലിയൊരു ലക്ഷണമാണ്. കാരണം കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ റിസർച്ച് ആൻഡ് ടെക്നോളജിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു വിജയം തന്നെയാണ്. നമ്മുടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലും ഒക്കെ ഇത് വലിയൊരു നേട്ടമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഓരോ പിന്നെ പ്രയോജനങ്ങളാണ്. നമ്മളിങ്ങനെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസൈൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രയോജനങ്ങളാണ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധ രീതികളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആംസ് അല്ലെങ്കിൽ വെപ്പൺസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൈനയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ചൈനയ്ക്ക് എതിരായിട്ട് നമുക്ക് നല്ലൊരു അഡ്വാൻസ്ഡ് വാർഫെയർ ടെക്നോളജീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു രാജ്യമായി നമ്മൾ മാറി എന്നുള്ളതും ഇന്ത്യയുടെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 മെയിൻ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും പാകിസ്ഥാനുമാണ്. ചൈനയുടെ വളരെ നമുക്കറിയാം, നമുക്ക് ചുറ്റിനും അവരുടെ അസേർട്ടീവ്നെസ് അല്ലെങ്കിൽ അവരുടെ ശരിക്കുള്ള ഒരു പവർ പ്രൊജക്ഷൻ നന്നായി നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ചൈനയെ നിലയ്ക്ക് നിർത്തുവാനും അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം നമുക്ക് നിലനിർത്തുവാനും കാഴ്ചവെക്കുവാനും അവരിൽ നിന്നുണ്ടാകാവുന്ന ത്രെഡ്സിനെ നമുക്ക് നമ്മളുടെ കയ്യിൽ ഇതുപോലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ട് എന്നുള്ളൊരു പിന്നെ തോന്നൽ ചൈനയ്ക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ ആക്രമിക്കാനുള്ള പ്രവണത അല്ലെങ്കിൽ സാധ്യത നമുക്ക് മിനിമൈസ് ചെയ്യാൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതുപോലുള്ള മോഡേൺ ടെക്നോളജീസ്
ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുധങ്ങൾ നമ്മൾ കരസ്ഥമാക്കുന്നതോടുകൂടി. അത് പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നതല്ല, നമ്മൾ സ്വയം വികസിപ്പിച്ച് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജിയും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഭിമാനവും അതിൻ്റെ ഒരു സ്ട്രെങ്തും വളരെ കൂടുതലായിരിക്കും. നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. നമുക്ക് സ്വന്തമായിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ടും നമ്മുടെ സ്വന്തം ആയുധങ്ങളായതുകൊണ്ടും നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കിപ്പം ഇത് നമ്മൾ വിദേശത്തുനിന്ന് മേടിക്കുന്ന ഒരു ആയുധമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്ക, ഫ്രാൻസ് അല്ലെങ്കിൽ റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അപ്പം ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി ആകുമ്പോൾ നമുക്ക് ആ പ്രയാസങ്ങൾ ഒഴിവാക്കാനും നമുക്ക് മറ്റുള്ളവരെ മേലുള്ള ആശ്രയം നമുക്ക് തീർച്ചയായിട്ടും ഇല്ലാതാക്കാനും അതുവഴി നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ആത്മാഭിമാനത്തിൻ്റെ വിഷയം മാത്രമല്ല, നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെയും കൂടെ ഒരു എന്താണ് പറയുക, ഒരു വർധനവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വിക്ഷേപിച്ച് പറഞ്ഞാൽ ഒഡീഷ കോസ്റ്റിലുള്ള ഡോക്ടർ അബ്ദുൽ കലാം ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതിൻ്റെ വിക്ഷേപണം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം DRDO ആണ്, നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ മറ്റെല്ലാ ഡിഫൻസ് ആയുധങ്ങളുടെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനുഫാക്ചറിങ് ഒക്കെ നടത്തുന്ന ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് DRDO മാത്രമല്ല, DRDO ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് പോഷക സംഘടനകളും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള, സ്വകാര്യ മേഖലകളിലുള്ള മറ്റ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, കാരണം ഇതിൻ്റെ പല പാർട്സും കോമ്പണൻസും സ്പെയറും ഒക്കെ എന്ന് പറഞ്ഞാൽ മറ്റ് ഒത്തിരി, കാരണം ഇത് സപ്ലൈ ചെയിൻ തന്നെയാണല്ലോ. കാരണം നൂറുകണക്കിന് ചെറുതും വലുതായിട്ടുള്ള സ്ഥാപനങ്ങളും സംഘടനകളും ഇതിനകത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള ഏത് പ്രോജക്റ്റുകളും അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാം ഐലൻഡ്, അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ഹൈദരാബാദിലുള്ള DRDOയുടെ അവരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. മറ്റ് പല ഈ പറഞ്ഞ സംഘടനകളുടെയും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള പല സംഘടനകളുടെയും സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചെടുത്തത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു നേട്ടം ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ ഇതിലും മെച്ചപ്പെട്ട അല്ലെങ്കിൽ പുതിയ മേഖലകളിൽ നമുക്കിതുപോലുള്ള വികസനങ്ങളും അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. കാരണം നമ്മളുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എപ്പോഴും, ഇപ്പോൾ ISRO ആയാലും ശരി, DRDO ആയാലും ശരി, നമ്മളുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി വളരെ ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് റിസോഴ്സിൻ്റെ അല്ലെങ്കിൽ വിഭവങ്ങളുടെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം, അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫണ്ട് ഒരു വലിയ വിഷയമാണ്. കാരണം നമുക്ക് കൂടുതൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ്റുകൾ അവർ കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അവർ കൊടുക്കുന്ന ഫണ്ടുകൾ വളരെ മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ഫണ്ടുകൾ വിന്യസിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടാകാം. കാരണം അടിസ്ഥാന പ്രശ്നങ്ങൾ ഒത്തിരി നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഈ മേഖലയിൽ മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും സാധിക്കത്തില്ല. പക്ഷേ എന്നാലും നമ്മൾക്ക് ഉള്ള പരിമിതികളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലകളിൽ നമ്മൾ വളരെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ പലതും കൈവരിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ നമുക്ക് ഇന്ത്യക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമായിട്ട് പാകിസ്ഥാനെയും ചൈനയെയും നമുക്ക് നിലയ്ക്ക് നിർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചവും നേട്ടവും എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ രാജ്യത്തിന് ഇതുപോലുള്ള മേഖലകളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കട്ടെ. അത് തീർച്ചയായിട്ടും കഴിയും, അത് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ നമുക്ക് തീർച്ചയായിട്ടും നോക്കിക്കാണുവാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.